തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF തരംഗം. ജനാഭിലാഷങ്ങൾ മറന്നതിനുള്ള തിരിച്ചടിയാണ് പെരിന്തൽമണ്ണ നഗരസഭയിലും ഏലംകുളം പഞ്ചായത്തിലും ഉൾപ്പെടെയുള്ള ജനവിധിയെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നേതാക്കളോടൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നജീബ് കാന്തപുരം MLA. UDF ഭരണത്തിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സാധാരണക്കാരുടെ ജനാഭിലാഷങ്ങൾക്കും അവരുടെ താൽപര്യങ്ങൾക്കും അനുസരിച്ച് നിലകൊള്ളുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. സാധാരണക്കാരെ ഇടതുപക്ഷം മറന്നു. ജനങ്ങളിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയത്. പാവങ്ങളുടെ കൂടെ നിൽക്കാതെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിയതുകൊണ്ടാണ് ഏറ്റവും വലിയ പരാജയം LDFന് നേരിടേണ്ടി വന്നതെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. UDF ഭരണസമിതി നേതൃത്വം നൽകുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജനാഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും MLA പറഞ്ഞു. ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ സന്ദേശം. നമ്മൾ ജനങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത്. ജനാഭിലാഷങ്ങൾക്ക് അനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണം നടത്താത്ത ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും നഗരസഭ ഭരണസമിതിക്കെതിരായിട്ടുമുള്ള വളരെ ശക്തമായ ജനവിധിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുന്നത്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 30 വർഷത്തിനിടയിൽ നമ്മൾ പിടിച്ചു എന്നതല്ല, ചരിത്രത്തിൽ ആദ്യമായി UDF നേടിയെന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റിക്ക് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതി ആയിരുന്ന കാലത്ത് പോലും UDFന് ലഭിക്കാത്ത ഒരു ഭരണ സംവിധാനം UDFനെ ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായതിനൊരു കാരണമുണ്ട്. ആ കാരണം ഈ നാട്ടിലെ ജനങ്ങൾ സാധാരണക്കാരെ ഇടതുപക്ഷം മറന്നു എന്നുള്ളതാണ്. പാവങ്ങളുടെ കൂടെ നിൽക്കുമെന്ന ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപനങ്ങളെയും അവർ നൽകിയ വാഗ്ദാനങ്ങളെയും കാറ്റിൽ പറത്തിയതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ആ പാർട്ടി ഏറ്റുവാങ്ങുന്നത്. ആ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്ക് ഒരു കാര്യം ബോധ്യമായി, അവരുടെ നേതൃത്വം അവരെ തന്നെ ഒറ്റുകൊടുക്കുകയാണെന്ന്. അവരുടെ നേതാക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ കൊടുത്ത ജനവിധിക്ക് ഒരു വലിയ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയിലെ ജനവിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കളുടെയും വാർഡുകളിൽ ജനങ്ങൾ ശിക്ഷിച്ചു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ പ്രധാന നേതാക്കന്മാരുടെ മുഴുവൻ വാർഡുകളിലും UDF ജയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ പോലെ ഏലംകുളം ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും UDFന് അട്ടിമറി വിജയം നേടാനായി. കുതിരക്കച്ചവടത്തിലൂടെയാണ് LDF ഏലംകുളം പഞ്ചായത്ത് ഭരണം UDFൽ നിന്നും LDF പിടിച്ചെടുത്തത്. ഇപ്പോൾ ജനങ്ങൾ അത് ജനാധിപത്യ വഴിയിൽ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലെ വിജയത്തെ അത്ര തന്നെ പൊലിമയോടെ വളർത്തുന്ന 6 പഞ്ചായത്തുകളിലെയും മികവുറ്റ വിജയം കൂടി ഞങ്ങൾക്കുണ്ടായി. അതിൽ പ്രധാനമായിട്ടുള്ളത് ഏലംകുളം പഞ്ചായത്തിലെ വിജയം ഞാൻ എടുത്തു പറയുകയാണ്. ഏലംകുളം പഞ്ചായത്ത് കഴിഞ്ഞ തവണ UDFന് മാൻഡേറ്റ് നൽകിയത് ജനങ്ങളാണ്. എന്നാൽ ആ മാൻഡേറ്റിന് അട്ടിമറിച്ചത് പണം കൊണ്ടാണ്. ഒരു മെമ്പറെ വിലക്കെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വളരെ സാധാരണക്കാരനായിരുന്ന ഞങ്ങളുടെ ഒരു പ്രസിഡന്റിനെ ഒരു ഒരു കുതിരക്കച്ചവടത്തിലൂടെ പുറത്താക്കി ഇടതുപക്ഷ ഭരണം പുനഃസ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. പാർട്ടിക്ക് ഇപ്പോഴും ജനങ്ങളെ മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിനെതിരായിട്ടുള്ള ഒരു ജനരോഷം അവിടെ ജനാധിപത്യത്തിന്റെ വഴിയിൽ തന്നെ ഏലംകുളം പഞ്ചായത്ത് ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചു. നിങ്ങൾക്ക് ഞങ്ങൾ 5 വർഷം മുമ്പ് തന്ന മാൻഡേറ്റ് ഇതാ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നിലനിർത്തുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, EMSന്റെ നാട്ടിൽ CPMന് ജയിക്കാൻ നോട്ടുകെട്ടുകളുടെ ഫലം വേണ്ടി വന്നു എന്ന ഏറ്റവും സങ്കടകരമായൊരു യാഥാർത്ഥ്യത്തെയാണ് ഞങ്ങൾ അന്ന് തുറന്നു കാണിച്ചത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ഏലംകുളത്ത് ഞങ്ങൾ ജയിച്ചു. പുലാമന്തോളിൽ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. UDFന് പല വാർഡുകളിലും പ്രചരണത്തിന് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള വിജയം പുലാമന്തോളിലുണ്ടായി. 10 വർഷത്തിന് ശേഷം മേലാറ്റൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് കൈമോശം വന്ന താഴെക്കോട് പഞ്ചായത്ത് ക്ലീൻ സ്വീപ്പിലാണ് അല്ലേ നാസർ മാഷെ?
24-ൽ 18 സീറ്റും 16 സീറ്റും നേടി. ആലിപ്പറമ്പിൽ 24-ൽ 18 സീറ്റും നേടി. ഇവിടെ 163 വാർഡുകളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിലുള്ളത്. അതിൽ 102 വാർഡുകൾ ജയിച്ചുകൊണ്ടാണ് UDF വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു കൃത്യമായ മാൻഡേറ്റാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ നഗരസഭയിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അവസരം നൽകുന്ന പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ എതിർകക്ഷിയിലെ രാഷ്ട്രീയക്കാരോട് സൗഹൃദത്തിന് കുറവില്ല. CPMന്റെ ടാർഗറ്റിനെ ഭയപ്പെടുന്നില്ല. UDF പ്രവർത്തകരുടെ വീര്യം ഒരാളുടെ മുന്നിൽ അടിയറ വെക്കില്ലെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് മുമ്പുള്ള MLA-മാരൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അവരൊക്കെ സൗഹൃദത്തിലായിരുന്നു. സൗഹൃദത്തിന് ഞങ്ങൾ ആരും കുറവില്ല. പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയവും ഉണ്ട്. ഞങ്ങൾ ഈ രാഷ്ട്രീയവും മനസ്സിലാക്കി രാഷ്ട്രീയത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പോണത്. ഇവിടെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഞാനൊരു വ്യക്തിപരമായ പരാമർശം നടത്തിയിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടോ? പക്ഷെ എനിക്കെതിരെ എന്തെല്ലാം വ്യക്തിഹത്യകൾ നടത്തി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, നാഥനില്ലാത്തൊരു പാറോല വന്നോട്ടെ. എനിക്കൊരു കാര്യം പറഞ്ഞവരൊക്കെ ജയിച്ചു കേട്ടോ. പറഞ്ഞ ആളുകൾ മുഴുവൻ അല്ല. അതിലെ രസകരമായ കാര്യം, എന്നെ പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്നെ അറിയാം എന്നത് എന്റെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം ജനങ്ങൾ തെളിയിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അതില് ഇനിയും അവർ ടാർഗറ്റ് ചെയ്യുന്നതിനൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്കൊരു കാര്യമാണ്, UDFന്റെ പ്രവർത്തകരുടെ ആത്മവീര്യം ഒരാളുടെ മുമ്പിൽ അടിയറ വെക്കുന്ന പ്രശ്നമില്ല. അതിൽ ഒരു പ്രയാസം ആരും വിചാരിക്കേണ്ട. ഇത് പൊളിറ്റിക്കലായി തന്നെ നേരിടും. പൊളിറ്റിക്കലായിട്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്ക് രാഷ്ട്രീയ വിജയമാണ് ഉണ്ടാവേണ്ടത്. ആ രാഷ്ട്രീയ വിജയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് സഹായിച്ച ഇടതുപക്ഷത്തെ ആളുകളുണ്ട്. അവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ കുത്തക സീറ്റുകൾ മറിച്ചത് ആരാണ്? ഇടതുപക്ഷത്തെ ആളുകൾക്ക് ഈ ഗവൺമെന്റിലും അതുപോലത്തെ ഭരണസമിതിയിലും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? അപ്പൊ അവർക്കും ഞങ്ങളോടൊരു പ്രശ്നവുമില്ല. വ്യക്തിപരമല്ല, ഇത് രാഷ്ട്രീയമാണ്. LDF പണമൊഴുക്കിയിട്ടും ജനങ്ങളുടെ തിരിച്ചടിയാണ് കിട്ടിയത്. ശബരിമല വിഷയവും പ്രാദേശിക വികസന പ്രശ്നങ്ങളുമെല്ലാം വിജയത്തിൽ നിർണായക ഘടകങ്ങളാണെന്നും KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് പറഞ്ഞു. ഇവിടെ 6-ാം വാർഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ അവർ വലിയ രീതിയിലുള്ള പണമൊഴുക്ക് നടത്തി 5-ാം വാർഡിൽ അടക്കം നടത്തിയപ്പോൾ ജനങ്ങൾ കൃത്യമായി അത് പഠിച്ച് തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ 30 വർഷത്തെ CPMന്റെ ദുർഭരണം, അതുപോലെ വികസനം മുരടിച്ച ഇതിലൊക്കെ പ്രതിഷേധിച്ചിട്ടാണ് ജനങ്ങൾ CPMന്റെ കോട്ടയിൽ, ഞങ്ങൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ്, CPMന്റെ കോട്ടയായ പാതൈക്കര വില്ലേജിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട്, 10 സീറ്റ് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു. 10-ൽ കൂടുതൽ ഞങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചു. അതുപോലെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഈ പറഞ്ഞ ഏലംകുളം അടക്കമുള്ള പുലാമന്തൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യത്തിനോടൊപ്പം നിന്നത് ഈ പറഞ്ഞ മാതിരി കേരളത്തിലുള്ള ഒരു UDFന്റെ തരംഗം അത് ശബരിമല ഇഷ്യൂ കൃത്യമായി ബാധിച്ചു എന്നതും BJPയുമായി CPM ഉണ്ടാക്കിയ ബാന്ധവം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം. ഇത് ഞങ്ങൾ നിലനിർത്തി കൊണ്ടുപോകും. UDF നിയോജക മണ്ഡലം ചെയർമാൻ MM സക്കീർ ഹുസൈൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ, മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി S അബ്ദുൽ സലാം, വർക്കിംഗ് സെക്രട്ടറി AK മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരനിക്കൽ ആനന്ദൻ, മുനിസിപ്പൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പച്ചീരി ഫാറൂഖ്, കൊളക്കാടൻ അസീസ്, TK രാജേന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.